നമസ്കാരം. ഒരു സ്പോർട്സ് ഈവന്റ് സംഘടിപ്പിക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു സുരക്ഷിത രാഷ്ട്രമല്ല. അത് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ ടൂർ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ഇമ്രാൻഖാന്റെ ജയിൽ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പത്നി ബുഷ്ര ബീവി നയിക്കുന്ന പ്രക്ഷോഭം രാജ്യത്തെ വീണ്ടും അസ്ഥിരതയിലാക്കിയതോടെ ഒരു ക്രിക്കറ്റ് മത്സരത്തിന് വേണ്ട സുരക്ഷ നൽകാൻ പാകിസ്ഥാൻ ഗവൺമെന്റിന് സാധിക്കാതെ വന്നപ്പോഴാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിനെ ഇത്തരമൊരു നടപടിയെടുക്കാൻ പ്രേരിപ്പിച്ചത്. ശ്രീലങ്കയുടെ ക്രിക്കറ്റ് ടീമായിരുന്നു പാകിസ്ഥാനിൽ പര്യടനം നടത്തി വന്നിരുന്നത്. താരതമ്യേന ഇത്തരം ചെറിയ മത്സരങ്ങൾ പോലും സുരക്ഷിതമായി നടത്താൻ സാധിക്കാത്ത പാകിസ്ഥാനാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ നടത്തിപ്പിനെ പറ്റി വീമ്പിളക്കുന്നത്. പാകിസ്ഥാനിൽ സുരക്ഷ ഒരു ചോദ്യചിഹ്നമാണെന്നും ചാമ്പ്യൻസ് ട്രോഫിക്കായി തങ്ങളുടെ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത്. ഇതിനെതിരെ പാകിസ്ഥാൻ വളരെ വലിയ പ്രതികരണമാണ് നടത്തിയത്. പലവിധ ആരോപണങ്ങളുമായിട്ട് അവർ ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇതിനൊന്നും ചെവി കൊടുക്കാതെ ഇന്ത്യ തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്രിക്കറ്റ് ടൂർണമെന്റാണ് ICC ചാമ്പ്യൻസ് ട്രോഫി. 1998 ആരംഭിച്ച ഇതിന്റെ 9ാം എഡിഷന്റെ വേദിയായി പാകിസ്ഥാനെയാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂർച്ഛിച്ചതുമൂലം ടൂർണമെന്റിന്റെ നടത്തിപ്പ് തന്നെ ഇപ്പോൾ ആശങ്കയിലായിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിക്കായി തങ്ങളുടെ ക്രിക്കറ്റ് ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നില്ലെന്ന ഇന്ത്യയുടെ നിലപാടിനെ മറ്റുള്ള ടീമുകളും പിന്തുടരാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത. 2009 ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടിരുന്നു. അന്ന് കളിക്കാരുൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. അത്തരമൊരു ചരിത്രം കൂടി മുന്നിൽ നിൽക്കുമ്പോഴാണ് ശ്രീലങ്ക തങ്ങളുടെ ക്രിക്കറ്റ് ടീമിന്റെ പാകിസ്ഥാൻ ടൂർ ക്യാൻസൽ ചെയ്തത്.